നമസ്കാരം. പതിരും കതിരും. പിരിഞ്ഞു പോകും നിനക്കിനി ഈ കഥ മറക്കുവാനേ കഴിയോ. ഇതുപോലെയായി നമ്മുടെ പ്രശാന്ത് MLA അവസ്ഥ. വല്ലാത്തൊരു നഗക്ഷതമായി പോയി പ്രശാന്തിന് ആണ്ടുപിറപ്പിൽ തന്നെ കിട്ടിയത്. ഇതോടെ MLA ആണോ വലുത്, കൗൺസിലറാണോ വലുതെന്ന ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞു. IPS ഉണ്ടെങ്കിൽ കൗൺസിലർ തന്നെയാണ് വലുത്. മാടമ്പ് കുഞ്ഞൂട്ടം പറഞ്ഞ ഫലിതം പോലെയായല്ലോ കാര്യങ്ങൾ. ഒരു നമ്പൂതിരിയോട് മറ്റൊരാൾ ചോദിച്ചോ, ഇല്ലത്തിപ്പോഴും ചക്കയും മാങ്ങയും ഉണ്ടോ? ഉവേ, ചക്കയോളം തന്നെ വരുമോ മാങ്ങ? ഇല്ല, ചക്ക തന്നെയാ വലുത്. ഇവിടെ ഇതാ മാങ്ങ തന്നെ ആയിരിക്കണോ വലുത്. നമ്മുടെ നാട്ടിലെ MLA എന്തോരം മാറ്റമാ മാറിയിരിക്കുന്നത്. സഹോദര തുല്യമായ വാത്സല്യത്തോടെ IPSകാരിയായ പെങ്ങൾ പറഞ്ഞപ്പോൾ നേരാങ്ങളെ മര്യാദ കാണിച്ച് ഒഴിഞ്ഞു പോവുകയായിരുന്നെങ്കിൽ വല്ല കുഴപ്പവും സംഭവിക്കുമായിരുന്നു. അവർക്ക് ആ ബന്ധം തുടരുകയും ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന മുഴുത്ത വാടകയും പത്താളറിഞ്ഞു, കള്ളക്കണക്കും പുറത്തു വന്നു, പാർട്ടിയും നാറി, മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടിയും വന്നു. ശ്രീലേഖയ്ക്ക് മേയറാകാത്തതിൻ്റെ നിരാശയാണ് തന്നെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലെന്നായിരുന്നു പ്രശാന്ത് പറഞ്ഞത്. അത് ശരിയല്ലേ? പാർട്ടി അവരെ പറഞ്ഞു പറ്റിച്ച് ഒടുവിൽ കൗൺസിലറാക്കി. അപ്പോൾ പിന്നെ അല്പം രാജകീയമായി ഇരിക്കാനുള്ള അവരുടെ മോഹമെങ്കിലും സാധിച്ചു കൊടുക്കേണ്ടതല്ലേ? രാജീവ് ചന്ദ്രശേഖർ പ്രശാന്തിന് ഒരു വാടക മുറി തരപ്പെടുത്തി കൊടുത്ത് അവിടെ നിന്നും ഇറക്കിക്കൊണ്ട് പോയതാകാനേ വഴിയുള്ളൂ. 800 രൂപ വാടകയ്ക്കിരുന്ന പുള്ളി ഒരിക്കലും 1000-ൽ കൂടുതൽ ഇനി ആർക്കും കൊടുക്കാനും പോകുന്നില്ല. സഖാക്കൾ ഒരു കാര്യം ശീലിച്ചാൽ പിന്നെ അതിനപ്പുറത്തോട്ടില്ല. പ്രശാന്ത് പറഞ്ഞത് മാർച്ച് വരെ വാടക അടച്ചിട്ടുണ്ട്, എന്ത് സംഭവിച്ചാലും ഇറങ്ങില്ല, രാഷ്ട്രീയമായി നേരിടും എന്നൊക്കെയായിരുന്നു. ഉടൻ രംഗത്തിറങ്ങിയ ശിവൻകുട്ടിയും സുരേന്ദ്രനും പ്രശാന്തിൻ്റെ അംഗരക്ഷകരായി. സത്യത്തിൽ പ്രശാന്ത് ഒരു നല്ല മനുഷ്യനാണ്. വെള്ളപ്പൊക്കമുണ്ടായ കാലത്തൊക്കെ എന്തെല്ലാം സാധനങ്ങളാണ് ദുരിതാശ്വാസ മേഖലയിലേക്ക് കയറ്റി അയച്ചിട്ട് ടാറ്റ നൽകിയത്. എല്ലാ നല്ല മനുഷ്യരെയും ഈ പാർട്ടിയാണ് കൊണ്ടു നടന്ന് നശിപ്പിക്കുന്നത്. പ്രശാന്ത് ബ്രോ മേയറായിരുന്ന കാലത്ത് ഏതെങ്കിലും KSRTC ബസ് വഴിയിൽ തടയുമായിരുന്നു. ന്യൂയോർക്കിലും ബൂസ്റ്റണിലും പോയി എന്തെങ്കിലുമൊക്കെ കള്ള അവാർഡ് ഒപ്പിച്ചു കൊണ്ടുവരുമായിരുന്നു. PR വർക്കുകാരും കുറവായിരുന്നു. മേയറുടെ ഹുങ്കും കാണിച്ച് ആരെയെങ്കിലും വിരട്ടിയായിരുന്നു. പ്രശാന്ത് ഒറ്റ കാര്യമേ കരുതിയിട്ടുള്ളൂ, താൻ കാരണം കൗൺസിലറുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സംഭവിക്കരുത്. പാവം ശ്രീലേഖ IPS. പൈപ്പിൽ വെള്ളമില്ല, പട്ടിശല്യം രൂക്ഷം, ഓട കവിഞ്ഞൊഴുകുന്നു എന്നീ ആവശ്യങ്ങൾ പറഞ്ഞായിരിക്കും ജനം കൗൺസിലറെ വിളിക്കുക. ചിലർ കൊതുകിനെ ഓടിക്കാനും പറയും. SP ആയിരുന്നപ്പോൾ 2 പോലീസുകാരെ അങ്ങോട്ട് വിട്ട് അന്വേഷിക്കാമായിരുന്നു. ഇതിപ്പോൾ ആരെ പറഞ്ഞു വിട്ട് പരിഹാരം കാണാനാണ്? എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചേ എന്ന് പതിവായി പരാതി പറയുന്നതിനാൽ പാർട്ടിയും കൈവിടാനാണ് സാധ്യത. സത്യത്തിൽ പ്രശാന്ത് ഒരു നന്മമരമാണ്. വേണമെങ്കിൽ ഒഴിപ്പിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച മനുഷ്യന് എന്താണ് സംഭവിച്ചത്? കൗൺസിലർക്ക് വികസനം നടത്താൻ ഞാനൊരു തടസ്സമാകരുതെന്ന് ആ നല്ല മനസ്സ് ചിന്തിച്ചിട്ടുണ്ടാകണം. പ്രശാന്തിൻ്റെ MLA ഓഫീസിൽ പാർട്ടിക്കാര്യം ചർച്ച ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി കാണും. അപ്പുറത്താണെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ബുദ്ധിയോടെ കൂർപ്പിച്ച കാതുമായി ശ്രീലേഖ കാത്തിരിപ്പുണ്ട്. വേണമെങ്കിൽ വേഷം മാറ്റി 2 പഴയ പോലീസുകാരെ പ്രശാന്തിൻ്റെ അരികിലേക്ക് വിടാനും അവർ മടിക്കില്ല. മാറാത്തത് മാറുമെന്ന് BJPക്കാർ തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല. മാറാത്ത MLA മാറ്റുമെന്നായിരുന്നല്ലോ ആ മുദ്രാവാക്യം. എന്നാൽ ഈ വിഷയത്തോടെ നഗരത്തിലെ വാടക കൊള്ള പുറത്തായിരിക്കുകയാണ്. ഇനി 2-3 മാസത്തേക്ക് എന്തിനാ പ്രശാന്തെ പുതിയ ആപ്പീസ്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു പൊൻചട്ടി വന്നു പതിച്ച നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അതിനു മുമ്പിതാ ഒരു BJP കൗൺസിലറെ പേടിച്ച് CPMൻ്റെ MLA ഓഫീസും പൂട്ടി ഇറങ്ങുന്നു. MLA ഓഫീസിൽ രാഷ്ട്രീയം പറയില്ലല്ലോ എന്നൊക്കെയാണ് പ്രശാന്ത് പറയുന്നത്. അതും CPMകാരുടെ ഓഫീസിൽ. പുളുവാണെങ്കിലും കേൾക്കാൻ കൊള്ളാം. നിഴലിൽ പോലും രാഷ്ട്രീയം നോക്കുന്നവരാണ് നിങ്ങൾ. കുടിച്ച വെള്ളത്തിലും അതുതന്നെ. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ വരെ ഇടപെട്ടതായിരുന്നു. ഒരു MLAയോട് മാറാൻ പറയാൻ കൗൺസിലർക്ക് എന്താണ് അധികാരം എന്നൊക്കെയായിരുന്നു ചോദ്യം. ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞാലുണ്ടല്ലോ എന്ന ഭാവമായിരുന്നു അന്നൊക്കെ പ്രശാന്തിന്. ഒരു കോർപ്പറേഷൻ BJPക്ക് എടുത്തു കൊടുക്കാമെങ്കിൽ സ്വന്തം MLAയെ ഒരു ഓഫീസിൽ നിന്നും ഇറക്കി വിടുന്നതിനാണോ പിണറായിക്ക് പ്രയാസം? AKG സെൻറ്റർ ഈ ശ്രീലേഖയുടെ വാർഡിലെങ്ങാണമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എങ്കിൽ ഗോവിന്ദനും തെറുത്തു കെട്ടേണ്ടി വന്നേനെയും അവിടെ നിന്നും. എന്തൊരു മാറ്റമാണ് നമ്മുടെ നാട് മാറുന്നത്.